സമയമായില്ല തോഴി ക്ഷമ നിന്റെ ഹൃദയത്തിൽ ഇനിയും വേണം. എന്താടി നിനക്ക് സന്തോഷമില്ലാത്ത? ഒന്നുമില്ല അച്ഛമ്മ, എനിക്ക് ഒരു ടെൻഷൻ പോലെ. നിന്റെ കാര്യമൊക്കെ ആശുപത്രിക്കാർ നോക്കുമെന്ന് പറഞ്ഞല്ലേ, പിന്നെ നിനക്ക് ടെൻഷൻ? അങ്ങനല്ല അച്ഛമ്മ, ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ഈ പ്രസവത്തിന് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെന്ന്? അതൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു പേടി. നീ ഒന്നും പേടിക്കണ്ട, കാര്യങ്ങളെല്ലാം നല്ല റെഡിയായിട്ട് നടന്നോളൂ. അത് ശരി. അപ്പൊ അച്ഛമ്മ പറയുന്നത് ഡോക്ടർ പറയുന്നൊന്നും കേൾക്കണ്ടെന്നാണോ? നീ ടെൻഷനൊന്നും അടിക്കണ്ട, സന്തോഷത്തോടു കൂടി ഇരുന്നാല് നല്ല ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടും. എന്നാ കുറച്ച് സന്തോഷിക്കല്ലേ. നിനക്കിപ്പോ സന്തോഷിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വഴിയുണ്ടാക്കാം. കുഞ്ഞുണ്ണി, ശിവോ, കുഞ്ഞുണ്ണി, ശിവ. എന്താ വിളിച്ചേ? എവക്കേതാ മാസം അറിയാമോ? 5-ാം മാസമല്ലോ, എല്ലാവർക്കും അറിയാലോ. അല്ലേ അമ്മ? എന്നാലേ എത്രയും പെട്ടെന്ന് പേറ്റോടെ നടത്തണം. ബാറ്റോട് ഞാൻ എന്തിനോടാ? അമ്മ, അതൊക്കെ ഭയങ്കര ചെലവുള്ള കാര്യങ്ങളല്ലേ? എത്ര ചെലവായാലും അത് നീ തന്നെ വഹിക്കണം. അതിന് ശിവരിവിടെ ഉണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്ത് സംഭവം എന്നൊന്ന് പറഞ്ഞു തരുമോ? എടി മോളെ, അതെ, ഈ ഗർഭിണികളെ സന്തോഷിപ്പിക്കാനും ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാകാനും വേണ്ടി പണ്ട് മുതലുള്ള ഒരു ചടങ്ങാ. ഒരു കാര്യമില്ലേ? പണ്ടുപോലെ ഉള്ള ഇനി? അയ്യോ, എങ്കിൽ എന്റെ ഭാര്യക്ക് സന്തോഷം വേണം, ആരോഗ്യമുള്ള കുട്ടിയും വേണം. അത് നടത്തണം മാമ. അമ്മ, അതൊക്കെ വേണോ? വേണം. നീ തന്നെ ചെയ്യുകയും വേണം. മാമ അതിന് ഫുഡ് വെക്കണോ മാമ? എടേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രാന്തെടുത്തിരിക്കുക ചുമ്മാ ഫുഡ് അതിൻ്റെ ഇടയിൽ കൂടെ. നീ എന്തോ എഴുതിയില്ല, എണ്ണ കഴിക്കാൻ പോണ? അല്ല, ഇനി ഇതിലൊരു ചർച്ചയില്ല. എത്രയും പെട്ടെന്ന് പേറ്റോടെ നടത്തണം. അത് ഭയങ്കര വലിയ ചടങ്ങാണോ? അതൊക്കെ വലിയ ചടങ്ങാണ് മോളെ. സാരമില്ല, നടത്താം. ഒരു കാര്യം പറട്ടെ. അല്ല, മുത്തച്ഛി പറഞ്ഞോണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഉപ്പൊന്ന് നോക്കിയേരെ. എന്താടാ നിനക്ക് ഇത്ര സന്തോഷം? വല്ല മൈനയോ മാടത്തയോ വർത്താനം പറഞ്ഞു കാണും. ആണോടാ? മനുഷ്യർക്ക് നല്ലതൊന്നും എനിക്ക് സന്തോഷം പറ്റൂലേ? അല്ല, നിനക്ക് മനുഷ്യരെക്കാട്ടിലും ഇഷ്ടം മൃഗങ്ങളെയല്ലേ, അതുകൊണ്ട് ഇവിടെ ചോദിച്ചാ. എന്നാ ഇപ്പോഴത്തെ സന്തോഷം പക്ഷികളും മൃഗങ്ങളൊന്നും അല്ല. ഈ വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ പോവുകയല്ലേ? ഓ, നമ്മുടെ പിങ്കിയുടെ പേറ്റുകൂടാ. അമ്മ എന്നെ ഗർഭിണിയായിരുന്ന സമയത്തല്ല അവസാനമായിട്ട് ഈ വീട്ടിൽ പേറ്റുകൂടാ നടന്നത്. ആടാ, അത് കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരു ചടങ്ങ് നടന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്താ പിന്നെ എനിക്ക് ചെയ്യാതിരുന്നേ? ഇടി, ഇത് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ വരുന്ന പെൺപിള്ളേർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങാ. നിനക്കൊരു കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നല്ലോ. അത് ശരി. അപ്പൊ കോംപ്ലിക്കേഷൻ മാറാൻ ചടങ്ങ് നടത്തിയാൽ മതിയോ? എടി, അത് പ്ലാവിലെ വീട്ടുകാരുടെ ഒരു ലെഗസി അല്ലേ. ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന പെൺപിള്ളേരെ മാക്സിമം ഒന്ന് സന്തോഷിപ്പിച്ചിരുത്താനുള്ള ഒരു ചടങ്ങ് അത്രേ ഉള്ളൂ. എന്നെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു, ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. നീ എപ്പോഴും ഹാപ്പി അല്ലേടി? നിനക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നല്ല. എനിക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാതിരുന്നാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ വിഷമം. നീ എപ്പോഴും ഹാപ്പി അല്ലേടി? ഏതായാലും നമ്മുടെ പൈങ്കിളിക്ക് ഇപ്പം ഇത് അത്യാവശ്യമാണ്. അമ്മ ഏതായാലും ഇങ്ങനെ ഒരു തീരുമാനം അറിയിച്ചത് നന്നായി. തീരുമാനം അച്ഛമ്മയുടെ ആണെങ്കിലും ചെലവ് അച്ഛന്റെ പെടലിക്കാണ്. അതിനെന്താ, അച്ഛൻ ഒരു കുഴപ്പമില്ലാതെ യെസ് പറഞ്ഞില്ലേ? ഇങ്ങനെ പറയാതിരിക്കും, അച്ഛമ്മയല്ലേ ആള്. ഏതായാലും ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. ചോദിക്കട്ടെ എന്താ പ്ലാൻ. കണ്ണെന്തുവാ ഇടാ മോളെ? ഞാൻ പച്ച ഡ്രസ് മുണ്ടും. ഞാൻ പട്ടുപാവാട. പക്ഷെ എങ്ങനെ മുടി കിട്ടുമെന്ന് ഞാൻ ആലോചിച്ചു. ഞാനേ തേങ്ങ നോക്കിട്ട് എനിക്ക് തോന്നി ചിറ്റപ്പൻ തേങ്ങ നോക്കി ഇറങ്ങിയതായിരിക്കും. എനിക്ക് തോന്നി ചിറ്റപ്പൻ തേങ്ങ നോക്കി ഇറങ്ങിയതായിരിക്കും. അത് തേങ്ങ ഇവിടെ ചടങ്ങിനൊന്നും ആവശ്യമില്ല. ഇവിടുത്തെ ചടങ്ങിന് വേണ്ടിയാണ് തേങ്ങ നോക്കി ഇറങ്ങിയത്. സത്യം പറ സുമേഷാമ്മ, തേങ്ങ അടിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ വന്നല്ലേ? തേങ്ങ അടിച്ച് മാറ്റിക്കൊണ്ടു എടാ ചെറുക്കാൻ. നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അമ്മയുടെ ചടങ്ങിന് വേണ്ടിയായി തേങ്ങ എടുത്തോണ്ട് വന്നത്. തേങ്ങ നോക്കാൻ പോയത്. കൊച്ചല്ലേ, ഒന്ന് വെറുതെ വിടവന്. ഒരു കൊച്ചാന്ന് പറഞ്ഞ കൊച്ചുവായാലും വലിയ വർത്താനം പറയാൻ കൊള്ളാമോ? അല്ലാതെ വിട്ടുകളാ, പാവല്ലേ. അല്ല, നമ്മൾ വേറൊരു കാര്യം ചോദിക്കട്ടോ. കാശാണെങ്കിലും മുട്ടായി ആണെങ്കിലും എന്റെ ഇല്ല. നീ തരാൻ താല്പര്യം. അതിന് ചിറ്റപ്പൻ്റെ ഇവിടെ കാശ്. ഇവിടെ സംസാരം തീരെ പിടിക്കുന്നില്ല കേട്ടോ. നീ ഭയങ്കര ഓവറാണ് അമ്മ ഈ കുറെ നാളുണ്ട്. ഒരു ഡൗട്ട്. നീ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നേ? കാര്യമായിട്ടാ. ഈ പേറ്റുകൂടാന്ന് വെച്ചാ എന്തുവാ? പേറ്റുകൂടെ അത് ചേട്ടത്തിരത്തൊക്കെ ചോദിച്ചാ പോലെ പറഞ്ഞിരുത്തില്ലേ? നമ്മൾ ചോദിക്കാൻ പോയതാണ്, നമ്മൾ ഓടിച്ചുവിട്ട് പറഞ്ഞില്ലേ? അത് ഇഷ്ടം പറഞ്ഞുതരാം. അതായത് 1800 കാലഘട്ടം, അതായത് ഡിനോസറുകൾക്ക് മുമ്പുള്ള കാലഘട്ടം. അന്ന് മനുഷ്യരുണ്ട്. മനുഷ്യരുണ്ട്. അതായത് ഒരു നിറ വയറുള്ള ഗർഭിണി, ഭയങ്കര വെയില്, കൊട്ട വെയില്, ഒരു വെയിലത്ത് വാടി തളർന്ന് ദാഹിച്ച് നമ്മുടെ ഈ പ്ലാവില് വീടില്ലേ, പ്ലാവില് വീടിന് തിണ്ണെ വന്നിരുന്നു. ഒരു കാരണം ഒരു കസേരയിൽ കാലുമേ കാലൊക്കെ ഇട്ടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. കാരണം ഒരു ചോദിച്ചു എന്താ വേണ്ടത്. അപ്പം ആ ഗർഭിണിയായ സ്ത്രീ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു,
കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോന്ന് ചോദിച്ചു. കൊടുത്തു വന്നിട്ട് വെള്ളം വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തോന്ന് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ കാരണം ആ സ്ത്രീ പറഞ്ഞു എനിക്ക് വെള്ളം വേണം, ദാഹിക്കുന്നു, ഭയങ്കര ദാഹം എന്ന് പറഞ്ഞു. അപ്പൊ കാരണം അവര് നേരെ എണ്ണിച്ച് കസേരയിൽ നിന്ന് എണ്ണിച്ച് അകത്ത് പോയിട്ട് ഒരു കുടം നിറയെ സംഭാരം കൊണ്ട് അവർക്ക് കൊടുത്ത്. ആ വിശിക്കനൊന്നുമല്ല, നല്ല സൂപ്പർ വലിയ ആളായിരുന്നു അന്നത്തെ പ്ലാവിലെ വീട്ടില്. അപ്പം ഇതവര് നല്ല നുണയോടെ നല്ല ദാഹിച്ചിരിക്കല്ലേ, നല്ല ഇതോടെ കുടിച്ചിട്ട് നന്ദി പറഞ്ഞ് പ്ലാവിലെ വീടിന്റെ പടി ഇറങ്ങി ഫ്രണ്ടിലോട്ട് പോയി. അപ്പൊ കാരണവള് വിളിച്ചു. അപ്പൊ ആ ഗർഭിണിയായ സ്ത്രീ തിരിഞ്ഞെന്ന് ചോദിച്ച് എന്താ കാരണവര്. അപ്പം കാരണവര് കസേരയുടെ അടിയിൽ ഒരു കുട വെച്ചിട്ടുണ്ടായിരുന്നു. കൊട അതെടുത്ത് അവരുടെ കൊടുത്തു. വെയിലല്ലേ, ഇത് ചൂടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. അങ്ങനെ ആ കുട കൊടുത്തതിന് ശേഷം ആ കുട അവര് തലയിൽ ചൂടിയിട്ട് പ്ലാവിലെ വീട്ടിൽ നോക്കി അനുഗ്രഹിച്ചു. അന്ന് മുതലാണ് പ്ലാവിലെ വീട്ടിലെ എല്ലാ ഗർഭിണികൾക്കും പേറ്റുകുട നടത്തി തുടങ്ങിയത്. തന്നെയല്ലേ? ഇത് എങ്ങനെ തള്ളാൻ പറ്റുന്നത്? മനസ്സിലായി. അതെന്താ എടാ, ഇത് റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നെയാണ്. ചിറ്റപ്പ ഈ ചടങ്ങ് എന്താ നമുക്കറിയാം. നമുക്കറിയാം. ചിറ്റപ്പന് അറിയോന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ആണോ? ടെസ്റ്റ് ചെയ്തെന്നാ? എന്നാ ഇതാണ് ഒറിജിനൽ കഥ. നിങ്ങൾ ആരെ പറ്റിച്ചതാ? അയ്യോ, അതൊന്നും അല്ല ഒറിജിനൽ കഥ. പിന്നെ ചിറ്റപ്പ ഇത് ഗർഭിണികൾക്ക് നടത്തുന്നത്. ഗർഭിണികൾക്ക് നടത്തുന്ന ഒരു ചടങ്ങാണ്. മറ്റേ തമിഴ്നാട്ടില് വളകാപ്പ് മഞ്ഞളേക്കളൊക്കെ ഇല്ലേ? തമിഴ്നാട്ടിൽ അങ്ങനെ ഉണ്ടോ? ഓ ഉണ്ട്, അങ്ങനെ കൊണ്ട് അതേ കണക്കാണ് ഇവിടെ. അങ്ങനല്ല ഇത്, പക്ഷെ അതല്ല റിയൽ സ്റ്റോറി. എന്റേതാണ് റിയൽ സ്റ്റോറി. ആട് ചിറ്റപ്പ ഇത് നമുക്ക് മുത്തശ്ശി പറഞ്ഞു തന്നാണെന്ന്. എടേ അത് ചുമ്മാ അച്ഛമ്മ വെറുതെ നിങ്ങൾക്ക് തമാശക്ക് പറഞ്ഞു തന്നായിരിക്കും. അതല്ല, ഇതാണ് ഒറിജിനൽ സ്റ്റോറി. ഇതാണ് നിങ്ങൾ പിടിച്ചു. അല്ലെന്ന് ഒരു കാരണവരുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ. ആ കാരണവര് കുറെ നാള് തമിഴ്നാട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു ചടങ്ങാണെന്നാണ് മുത്തശ്ശി പറയുന്നത്. ശരിയല്ലേ? ഇതാണ് ഒറിജിനൽ. മുത്തശ്ശി പറഞ്ഞതാണെന്ന്. അച്ഛമ്മ നിങ്ങളെ പറ്റിച്ച. നിങ്ങൾ ചെല്ലിപ്പോ, എണ്ണിച്ചു പോ. മതി, ഇനി ഞാൻ ഇവിടെ നിന്നോ ഒറ്റയ്ക്ക്. നിങ്ങൾ എണ്ണിച്ചു പോ. എത്ര നേരം എനിക്കിട്ട് വെച്ചില്ലേ? എത്ര നേരം എനിക്കിട്ട് വെച്ചില്ലേ? മതി പോ. മുത്തശ്ശി പറഞ്ഞ തെറ്റാ. ശരി, പോ.